നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിച്ച് മുത്തഖിയായിക്കൊണ്ട് തന്നെ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങളെങ്ങാനും അള്ളാഹുവിൻ്റെ കാരുണ്യം എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. കണ്ണായി, കാതായി, കരളായി, തുടിക്കുന്ന ഹൃദയമായി, നനയുന്ന കണ്ണീരായി എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അതിൽ ഒരു മനുഷ്യന് പടച്ച റബ്ബ് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നല്ല മക്കളുണ്ടാവുക എന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളും സമ്പത്തും എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലെ സീനത്താണ്, ഭംഗിയാണ്, അലങ്കാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ച കാര്യം. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും, 3 കാര്യം ഒഴികെ. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. മരണപ്പെട്ടു പോയ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണീരോടും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഒരു വ്യക്തി മരിച്ചാൽ അവന് ലഭിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മക്കൾ എന്ന് പറഞ്ഞാൽ, നല്ല സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹമാണ്. എൻ്റെ മുമ്പിൽ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ട്. നാളെ പരലോകത്ത് ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ, സ്വർഗത്തിലെ ഉന്നതമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാതാപിതാക്കൾ ചോദിക്കുമെന്നാണ്, പടച്ച റബ്ബേ, എന്തിനാണ് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് നൽകുന്ന മറുപടി, നിന്റെ മക്കൾ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ, അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ സ്വർഗം നേടാനും സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനും നമ്മൾക്ക് പറ്റുമെന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും അധ്യാപനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മക്കൾ, നമുക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ നേടിത്തരാൻ കാരണമാകേണ്ട മക്കളെ കുറിച്ച് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ മറ്റൊരു പ്രയോഗവും നടത്തുന്നുണ്ട്. വഅലമു, നിങ്ങൾ അറിയണം അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവനെ യഹൂദിയാക്കുന്നതും അവനെ നസ്രാനിയാക്കുന്നതും അവനെ മജൂസിയാക്കുന്നതും അവന്റെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കൾ നന്നാവുന്നതിലും നമ്മളുടെ മക്കൾ മോശമാകുന്നതിലും ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമുക്ക് വലിയ കർത്തവ്യങ്ങളും കടപ്പാടുകളും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ നമ്മുടെ മക്കൾ നമ്മുടേതാവാൻ, നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറിത്തീരാൻ, നമ്മുടെ മക്കൾ സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നമ്മുടെ മക്കൾ കാരണക്കാരായി തീരുവാൻ വേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പടച്ച റബ്ബ് നല്ല രീതിയിൽ അവതരിപ്പിക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവാൻ, അവർ നന്നാവാൻ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അവർക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. എൻ്റെ മകൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകനാവാൻ, സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ അനുഗ്രഹങ്ങൾ നേടാൻ അവൻ കാരണക്കാരനാവാൻ ഞാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീനീപരമായ വിദ്യാഭ്യാസങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കുക, ഈ മേഖലയിൽ ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ മകൾക്ക് SLCയിൽ ഫുൾ A+ കിട്ടിയപ്പോൾ നമ്മൾ +2 നല്ലൊരു കോളേജിൽ നമ്മൾ അവർക്ക് അഡ്മിഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്.
ശേഷം അവരിഷ്ടപ്പെട്ട കോഴ്സിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, അതെല്ലാം വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി അവർക്ക് പടച്ച റബ്ബിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാക്കി കൊടുക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആത്മാർത്ഥമായി നാം നമ്മുടെ മകനോട് ചോദിക്കണം, മകളോട് ചോദിക്കണം, മോനെ ഇന്ന് ഉപ്പ മരിച്ചാൽ, ഇന്ന് ഉമ്മ മരിച്ചാൽ, ഉപ്പാന്റെ മയ്യത്തിന് മുമ്പിൽ കടന്നു വന്നുകൊണ്ട്, ഉമ്മാന്റെ മയ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ ഗുഫിർ ലഹാ വറഹംഹാ, അല്ലാഹുവേ ഈ കിടക്കുന്ന എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ, മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എൻ്റെ മകൾക്കറിയുമോ, മകൻ അറിയുമോ എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് പല മക്കൾക്കും നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി അവസാനമായി ഈ ലോകത്ത് ചെയ്യാനുള്ള കർമ്മമായ മയ്യത്ത് നിസ്കാരം, അതിലെ പ്രാർത്ഥനകൾ പോലും ഇന്ന് പല മക്കൾക്കും അറിയില്ല. നാം നമ്മുടെ മകൻ നന്നാവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാവാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം പ്രിയപ്പെട്ടവരെ, അവർക്ക് ദീനീപരമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായമുണ്ട്. അതിലൂടെ മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഓരോ ഉപദേശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയാണ്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ. മക്കൾ ഉപദേശിക്കുമ്പോൾ, മക്കൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശകാരിക്കുകയല്ല, ചൂടാവുകയല്ല, കയർക്കുകയല്ല, മറിച്ച് സ്നേഹത്തോടുകൂടി യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപമാണ്, വലിയ അക്രമമാണ് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് എന്താ തൗഹീദുൽ ഉലൂഹിയ്യ, എന്താ റുബൂബിയ്യ, എന്താ അസ്മാഉ വസിഫത്ത് അറിയോ? നമ്മുടെ മക്കൾക്ക് തൗഹീദിനെ കുറിച്ച് അറിയോ പ്രിയപ്പെട്ടവരെ? നാം ആത്മാർത്ഥമായ ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ച് പറയാ, പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം പഠിപ്പിക്കണം. വീണ്ടും ലുഖ്മാനിൽ കാണാൻ പറ്റും, ഒരുപാട് ആയത്തിൽ പറയുന്നുണ്ട്. വീണ്ടും ലുഖ്മാൻ അലൈഹിസ്സലാം പറയണേ, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, ഒരു കാര്യം അതെവിടെയായിക്കോട്ടെ, അത് കടുകുമണിയോളം തൂക്കമുള്ളതായിക്കോട്ടെ, അത് ആകാശത്തോ ഭൂമിയിലോ ഏത് പാറകൾക്കുള്ളിലുമായിക്കോട്ടെ, യഅതി ബിഹല്ലാഹ്, മോനെ, അല്ലാഹ് അത് കൊണ്ടുവരും. ഈ ബോധം അവൻ എവിടെയാണെങ്കിലും അവൻ ഒറ്റക്കല്ല, അവനെ നിരീക്ഷിക്കുന്ന പടച്ചറബുണ്ടെന്ന ബോധം ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് ചെറുപ്രായത്തിലെ നൽകുകയാണ്. നമ്മൾ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നമ്മുടെ മകന്, നമ്മുടെ മകൾക്ക് ഈ ഒരു ബോധം നൽകിയിട്ടുണ്ടോ? ആ ബോധം നൽകിയാൽ നമ്മുടെ മകന് അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു എല്ലാം അറിയും, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന ബോധം നൽകിയാൽ തിന്മകൾക്ക് പിന്നാലെ പോകാൻ, അശ്ലീലങ്ങൾക്ക് പിന്നാലെ പോകാൻ, ഹറാമുകൾക്ക് പിന്നാലെ പോകാൻ, തോന്നിവാസങ്ങൾക്ക് പിന്നാലെ പോകാൻ നമ്മുടെ മക്കൾക്ക് പിന്നെ കഴിയില്ല. അവരുടെ മനസ്സിലുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, എന്നെ നിരീക്ഷിക്കുന്ന, എന്നെ അറിയുന്ന, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും മനുഷ്യ മനസ്സ് മന്ത്രിക്കുന്ന കാര്യം പോലും അറിയുന്ന അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണം. വീണ്ടും കാണാൻ പറ്റിയ സൂറത്തുൽ ലുഖ്മാനിൽ തന്നെ, യാ ബുനയ്യ, പൊന്നുമോനെ, അഖീമിസ് സ്വലാ, നീ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം കേട്ടോ. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ക്ഷമിക്കണം തുടങ്ങി ഒരു വഴിയിൽ നിന്നും എങ്ങനെ നടക്കണം, സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം തുടങ്ങി എല്ലാ ഉപദേശവും ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകന് പൊന്നുമോനെ എന്ന് വിളിച്ച് നൽകുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സൂറത്തുൽ ലുഖ്മാൻ നമ്മൾ എത്ര വട്ടം ഓതിയിട്ടുണ്ട്? ഒരിക്കലെങ്കിലും മോളെ അടുത്ത് വിളിച്ചിട്ട് മോളെ, നീ എന്നും നിസ്കരിക്കണം കേട്ടോ, മോളെ നീ നന്മ കൽപ്പിക്കണം കേട്ടോ, തിന്മ വിരോധിക്കണം കേട്ടോ, മോളെ അല്ലാഹനല്ലാതെ ഒരാളിൽ നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ, മോളെ നീ എവിടെയാണെങ്കിലും നിന്നെ നിരീക്ഷിക്കാൻ ഉപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും ഹോസ്റ്റലിൽ നിന്നെ നിരീക്ഷിക്കാൻ വാർഡനില്ലെങ്കിലും മോളെ അല്ലാഹ് ഉണ്ട് കേട്ടോ എന്നുള്ള ബോധ്യം നമ്മുടെ മക്കൾക്ക്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട പിതാക്കളെ നൽകാൻ, കൈമാറാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ പിന്നിൽ യാത്രയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റസൂൽ വിളിക്കാൻ, യാ ഗുലാം, അല്ലയോ മോനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തി, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ വാക്യം? യഹ്ഫദില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണം, യഹ്ഫദുക, അല്ലാഹ് നിന്നെ സംരക്ഷിക്കും. ഹദീസിന്റെ വാക്യം സുദീർഘമായ ഹദീസാണ്.
ചരിത്രത്തിൽ കാണാൻ പറ്റും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. റസൂൽ മരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അങ്ങനത്തെ ഒരു മകനെ, ഒരു വ്യക്തി, കുട്ടിയെ വിളിച്ചിട്ട് റസൂൽ സാഹിബ് ഉപദേശിച്ചു കൊടുക്കുകയാണ്, മോനെ യഹ്ഫദില്ല, അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ, യഹ്ഫദുക, അതിനെ സംരക്ഷിക്കും. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുള്ളൂ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പറ്റുള്ളൂ. ലുക്മാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് അള്ളാഹിന് കൊടുക്കുന്ന ഉപദേശം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീനീപരമായ വിദ്യാഭ്യാസം നൽകണം. അല്ലാതെ അവർക്ക് ദീനറിയാതെ, പടച്ചവനറിയാതെ, പ്രവാചകനറിയാതെ തിന്മകൾക്ക് പിന്നാലെ പോയി നാളെ വിരല് കടിക്കേണ്ട പിതാവായി മാതാവായി ഞാനും നിങ്ങളും മാറരുത്. പ്രതിജ്ഞ എടുത്തോളി. അവർക്ക് വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണണം. നമ്മുടെ മകൾ IAS ആവണം, വലിയ വലിയ ഉദ്യോഗസ്ഥങ്ങൾ കരസ്ഥമാക്കണം. അതോടൊപ്പം അതിനേക്കാൾ ഉപരി പടച്ചറബിനെ കുറിച്ച് ബോധ്യമുള്ള, പ്രവാചകനെ കുറിച്ച് അറിയുന്ന, ജീവിതത്തിൽ തിന്മകൾക്ക് പിന്നാലെ പോകാത്ത, ഹറാമുകൾ ചെയ്യാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറണമെന്ന ചിന്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്ന് അവർക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക, രണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല. ഒരു ഉമ്മയോ ഉപ്പയോ ഒരു മകന് വേണ്ടി, മകൾക്ക് വേണ്ടി എന്തു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കാറ്? വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിക്കുന്ന വേളയിൽ കാണാൻ പറ്റും. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജുനുബനി വബനിയ അൻ നഅബുദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഖലീലുള്ള, അല്ലാഹുവിന്റെ ഖലീലായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹ് ഈ നാട് നീ നിർഭയത്വമുള്ള നാടാക്കി തരണമേ. വജുനുബനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും പടച്ചോനെ നീ സംരക്ഷിക്കണേ. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന മക്കൾ തൗഹീദിൽ ഉണ്ടാവണേന്ന്. വീണ്ടും കാണാൻ പറ്റും, റബ്ബി ജഅൽനി മുഖീമസ്സലാം വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വീണ്ടും കാണാൻ പറ്റും, റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത മുസ്ലിമത ലക, എൻ്റെ മക്കളിന്റെ അവരെ നീ മുസ്ലിങ്ങളാക്കണേ, നിനക്ക് കീഴൊതുങ്ങിയവരാക്കി മാറ്റണമേ. ഇബ്രാഹിം നബി എന്ന ഖലീലുള്ളയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് എക്സാം ആയപ്പോൾ നല്ല മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു വലിയ അസുഖം അവൾക്ക് വന്നപ്പോൾ മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വലിയ പ്രയാസം നേരിട്ടപ്പോൾ അതില്ലാതാകാൻ ഒരു പിതാവ് എന്ന നിലയിൽ, മാതാവ് എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, അവരുടെ പരലോക വിജയത്തിന് വേണ്ടിയിട്ട്, അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലെ ഉന്നതങ്ങളിൽ നമ്മളോടൊപ്പം അവരുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിരിക്കും. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും. നമുക്ക് ചരിത്രത്തിൽ ചില രംഗങ്ങൾ കാണാൻ പറ്റും. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. നാം അന്നത്തെ വൈദ്യശാസ്ത്രം ഒന്നടങ്കം പറഞ്ഞു, ഇമാം ബുഖാരിക്ക് ഇനി കണ്ണിന് കാഴ്ച കിട്ടൂല. ചരിത്രത്തിൽ കാണാൻ പറ്റും കാഴ്ച തിരിച്ചു കിട്ടി. എന്താ കാരണം? മാതാവിന്റെ പ്രാർത്ഥനയാണ്. മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് ഇമാം ബുഖാരിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ, ജുറൈജ് എന്ന സ്വാലിഹായ വ്യക്തിക്ക് മാതാവിന്റെ പ്രാർത്ഥന മൂലം തിന്മകൾ, പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു ഉപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് സ്വർഗം ലഭിക്കാൻ, അവർക്ക് നിസ്കാരം കൃത്യമായി നിലനിർത്താൻ തുടങ്ങി ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരിക്കലും അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കരുത്. മകൻ എന്തൊക്കെ അക്രമം കാണിച്ചാലും, എന്തൊക്കെ നമ്മളെ ദ്രോഹിച്ചാലും, പ്രയാസപ്പെടുത്തിയാലും നീ നശിക്കട്ടെ എന്ന് ഒരിക്കലും ഒരു ഉമ്മ എന്ന നിലയിൽ, ഒരു ഉപ്പ എന്ന നിലയിൽ നമ്മുടെ നാവെന്ന് പുറത്തു വരാൻ പറ്റില്ല. അത് വന്നാലും അത്തരം പ്രാർത്ഥനകൾക്കും അള്ളാഹുവിനുമിടയിൽ പ്രിയപ്പെട്ടവരെ മറയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. മക്കളോട് കരുണ കാണിക്കുക ഇന്ന് പല രക്ഷിതാക്കളും തോറ്റുപോകുന്ന കാര്യമാണത്. ഇന്ന് പല മക്കളുടെയും മനസ്സിൽ ഉപ്പ എന്ന് പറഞ്ഞാൽ രാത്രി 10-12 മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഭീകര ജീവിയാണ്, ഒരു ഭീകര രൂപമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ആവരുത്. മക്കളോട് സംസാരിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരോട് ചുംബിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പയോടും ചോദിക്കുകയാണ്, ഓരോ ഉമ്മയോടും ചോദിക്കുകയാണ്, നിങ്ങൾ +2-നും ഡിഗ്രിക്കും ഹൈസ്കൂളിലും പഠിക്കുന്ന നിങ്ങളുടെ മകന് മകൾക്ക് അവസാനമായി എന്നാണ് ഒരു ഉമ്മ കൊടുത്തത്? സ്വന്തത്തോട് ചോദിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളെ ചുംബിക്കുമായിരുന്നു.
ഇത് കണ്ട ഒരു അറാബി വന്ന് പറഞ്ഞു, ഇന്നലി അശറത്തൻ മിനൽ വലദ് മാ ഖബ്ബൽതു മിൻഹും അഹദ. എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും ഉമ്മ വെച്ചിട്ടില്ല. റസൂലിന്റെ മറുപടി എന്താ? മൻ ലാ യുർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവരും ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവരോട് പടച്ചിറപ്പ് കാരുണ്യം കാണിക്കൂല എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മകന് ഉമ്മ വെക്കുന്നുണ്ടെങ്കിൽ, അവനെ സ്നേഹത്തോടു കൂടി ചുംബിക്കുന്നുണ്ടെങ്കിൽ, ആ ചുംബനം നമ്മുടെ മകന് നമ്മുടെ മകൾക്ക് പല തിന്മയിൽ നിന്നുള്ള രക്ഷാകവചം. നമ്മൾ നമ്മുടെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ചുംബിക്കുന്നുണ്ടെങ്കിൽ, അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അവരോട് സ്നേഹത്തോടു കൂടി ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ലഹരിക്ക് പിന്നാലെ പോകാൻ പറ്റൂല. നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. സ്കൂളിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ, കലാലയങ്ങളിൽ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ, അത് പങ്കുവെക്കാൻ ഒരു ഉമ്മയല്ലാതെ ഉപ്പയല്ലാതെ മറ്റാരാളുള്ളത്? മക്കളോട് നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കുടുംബത്തോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ്. എത്ര തിരക്കുള്ള മനുഷ്യനാ റസൂൽ, എന്നിട്ടും സമയം കണ്ടെത്തുമായിരുന്നു. എന്നിട്ട് നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ മക്കൾ വഴിപിഴച്ചിട്ട് ഖേദിക്കുന്നവരായി നമ്മൾ കാര്യം ഉണ്ടാവില്ല. നമ്മളെ മക്കളെ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ, നമ്മളെ മക്കളെ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, അവരെ പരിഗണിക്കാനും അവരെ കേൾക്കാനും അവർക്ക് വേണ്ടതെല്ലാം നൽകാനും 1000 വലിയ വലിയ മാഫിയകൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. നമ്മളവരെ വേണ്ട പോലെ പരിഗണിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ മക്കൾ നമ്മിൽ നിന്നും വഴിതെറ്റിപ്പോകും. ആ തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് മക്കളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. 4ാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകകളായി തീരണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല മാതൃകയായി തീരണം. ഒരു മാതൃകാ പിതാവായി, ഒരു മാതൃകാ മാതാവായി തീരാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ നമ്മളെ കൊണ്ട് പറ്റണം. മകൻ നിസ്കരിക്കില്ല എന്ന് പരാതി, വാപ്പ അത്രയും നിസ്കരിക്കണില്ല, പറ്റൂല. വാപ്പ തഹജ്ജുദിന് എണീക്കണം, എന്നിട്ട് മകനെ വിളിച്ച് നിസ്കരിപ്പിക്കണം. വാപ്പാന്റെ താടി നീളണം, എന്നിട്ട് മകനോട് താടി നീട്ടാൻ പറയണം. താടി വടിക്കൽ ഹറാമാണെന്ന് അറിയാത്ത ആരുമില്ലല്ലോ. നമ്മൾ താടി ക്ലീൻ ഷേവ് ആക്കിയിട്ട് നടക്കുകയാണ്, എന്നിട്ട് മകൻ നന്നാവണം എന്ന് പറഞ്ഞാൽ മകൻ കേൾക്കൂല, മകൻക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. നമ്മുടെ വസ്ത്രം അത് നിര്യാണിക്ക് മേലെയാകണം, എന്നിട്ട് മകനോട് നിര്യാണിക്ക് മേലെ കയറ്റി കൊടുക്കാൻ പറയണം. സഹോദരിമാരുടെ വസ്ത്രം, ഉമ്മമാരുടെ വസ്ത്രം അത് ഇസ്ലാമികമാകണം. അത് കേവലം പള്ളിക്ക് വരുമ്പോൾ മാത്രം പോരാ, കല്യാണത്തിന് പോകുമ്പോഴും ഫംഗ്ഷന് പോകുമ്പോഴും അതായിരിക്കണം വസ്ത്രം. അങ്ങനെ മകളോട് സ്കൂളിൽ പോകുമ്പോഴാൻ പറഞ്ഞാൽ മകളിടും. അല്ലാതെ നമ്മൾ കേവലം പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം ഇസ്ലാമിക വസ്ത്രവും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അനിസ്ലാമികവുമായാൽ മക്കൾ നമ്മളെ കണ്ടുപിടിക്കൂല. മക്കൾക്ക് ഉത്തമ മാതൃകളായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മാതാവാണ്, എന്ത് പിതാവാണ്. മക്കളെ വിളിച്ച് പള്ളിക്ക് സുബഹിക്ക് നമ്മൾ കൊണ്ടുവരണം. എന്നാലേ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറിത്തീരുള്ളൂ. മക്കളല്ലേ രാത്രി 10-12 മണിക്കാ വന്നത്, കടന്നുറങ്ങിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന വാപ്പയാവരുത് നമ്മൾ, ഉമ്മയാവരുത് നമ്മൾ. സുബഹി കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് മതി ബാക്കി എന്തു. ജമാഅത്തിന് പള്ളിയിൽ ബാങ്ക് കൊടുത്തോ, ഉപ്പയും മകനും നിർബന്ധമായി ഒരുമിച്ച് പള്ളിയിലേക്ക് എത്തണം. നമ്മളൊരിക്കലും കളവ് പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കരുത്. ഇന്ന് പല രക്ഷിതാക്കളും കാണാം, മക്കളെ മുമ്പെന്ന് പോലും കളവ് പറയും. കളവ് പറയലേ ഇസ്ലാമിൽ തെറ്റാം. മക്കളെ മുമ്പെന്ന് പോലും കളവ് പറയുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ചെയ്യരുത്. ഹദീസിൽ കാണുവാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മ കൈ ചുരുട്ടി പിടിച്ചിങ്ങോട്ട് വിളിക്കണം. ആ സമയത്ത് റസൂല് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉമ്മ റസൂലിനോട് പറഞ്ഞു, റസൂലെ കാരക്കയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ശൈഅൻ കുതിബത് അലൈകി കദ്ബത്തുൻ. നീ എങ്ങാനും നിന്റെ മകൻ ആ കാരക്ക നൽകിയിട്ടില്ലെങ്കിൽ അത് മതി നിന്റെ മേലിൽ ഒരു കളവായി തീരാൻ. ഇന്ന് പല രക്ഷിതാക്കളും പറയും, മോനെ നീ ഭക്ഷണം കഴിച്ചാൽ ഞാൻ അത് വാങ്ങിത്തരാ, ഇത് വാങ്ങിത്തരാ, അന്ന ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. മക്കളല്ലേ കളവ് പറയാൻ ഇസ്ലാം അനുവദിക്കണില്ല. അത് പരലോകത്ത് നമ്മുടെ മേൽ പ്രിയപ്പെട്ടവരെ അതൊരു കളവായി തീരും. അതിനുമപ്പുറം വാക്ക് പറഞ്ഞ് ലംഘിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ നമ്മൾ നൽകുന്ന സന്ദേശം തിന്മകൾക്ക് പിന്നാലെ പോകാന്നുള്ളതാണ്, കളവുകൾ പറയാന്നുള്ളതാണ്. ഒരിക്കലും അത്തരം പിതാവായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറരുത്. അതുകൊണ്ട് മക്കൾക്ക് ഉത്തമ മാതൃകളായി തീരാം. നമ്മൾ 24 മണിക്കൂറും ഫോണിലാണ്. പിന്നെ മകനോട് ഫോൺ എടുത്തേക്ക് പറഞ്ഞാൽ മോൻ കേൾക്കൂല. നമ്മൾ വീട്ടിലെത്തിയാലും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഫോണിൽ, പിന്നെ മകനെങ്ങനെ ഫോണില്ലാതിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് നമ്മൾ ഉത്തമമായ മാതൃകളായി തീരേണ്ടത് പ്രധാനമായും 4 കാര്യം പറഞ്ഞു. ഈ 4 കാര്യം പ്രിയപ്പെട്ടവർ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അങ്ങനെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ മക്കൾ മാറിത്തീരും. ആ നിലക്ക് പടച്ച നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والحمد لله رب العالمين. ഉസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ
സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമ്മുടെ മക്കൾ മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. ഇന്ന് പല രക്ഷിതാക്കളും പറയുന്ന കാര്യമാണ്, ഞാൻ ജീവിക്കുന്നത് പോലും എൻ്റെ മകന് വേണ്ടിയിട്ടാണ്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അവരൊന്ന് നല്ല രീതിയിൽ കാണണമെന്നാണ് എൻ്റെ സ്വപ്നമെന്ന് പല രക്ഷിതാക്കളും പറയാറുണ്ട്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിനെ തൊട്ടുള്ള സ്മരണയിൽ നിന്നും നിങ്ങളെ അകറ്റുന്നതാവരുത്, ശ്രദ്ധ തിരിച്ചു കളയുന്നതാവരുത്. വമൻ യഫഅൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന് പിന്നാലെ ഓടിയിട്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്നവരെ നമ്മൾ ഒരിക്കലും മാറരുത്. ജോലി ചെയ്യണം, പക്ഷെ നമ്മുടെ ഇബാദത്ത് മുടങ്ങരുത്. ബിസിനസ് ചെയ്യണം, പക്ഷേ നമ്മുടെ നിസ്കാരം മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്. മക്കൾക്ക് വേണ്ടി വല്ലാതെ പിന്നാട് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് നഷ്ടക്കാരെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പരലോകത്ത് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ലോകം വരണം. ഏതാണ് ലോകം? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്ന് മക്കളോ സമ്പത്തോ ഉപകാരപ്പെടൂല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി സൽക്കർമ്മവുമായി അള്ളാഹിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. ചെരുപ്പ് ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ, വസ്ത്രം പോലും ധരിക്കാതെ അള്ളാഹുവിൽ ഹാജരാകുന്ന ഒരു ദിവസം. എന്നിട്ട് ഖുർആൻ പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, ഒരു ദിവസം ഭയപ്പെട്ട് അള്ളാഹിനെ സൂക്ഷിച്ചോളി. ഒരു ദിവസം പേടിച്ചിട്ട് അള്ളാഹിനെ ഭയപ്പെട്ടോളി. ഏതാണ് ആ ദിവസം പ്രിയപ്പെട്ടവരെ? യൗമ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. അന്ന് വാപ്പാക്ക് മകനെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. മകന് വാപ്പാക്ക് ഒന്നും ചെയ്തു കൊടുക്കാത്ത ദിവസമാണത്. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഖുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഖുറന്നകും ബില്ലാഹിൽ ഗുറൂർ. ദുനിയാവും പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മക്കൾക്ക് മാതാപിതാക്കൾ ഉപകാരപ്പെടാത്ത, മാതാപിതാക്കൾക്ക് മക്കൾ ഉപകാരപ്പെടാത്ത, ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുന്ന, ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുന്ന, നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നമ്മൾ നെട്ടോട്ട് ഓടുന്ന ദിവസം വരാനുണ്ട്. ആ ചിന്ത ഉണ്ടാവണം. ആ പരലോകത്തെ മറന്നുകൊണ്ട് പ്രിയപ്പെട്ട ഒരിക്കലും ജീവിക്കരുത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. നമ്മളൊക്കെ ദുനിയാവിന്റെ പിന്നാലെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. പരലോകം അതാണ് ഏറ്റവും ഉത്തമമായതും എന്നൊന്നും ബാക്കിയാകുന്നതും. ആ ചിന്ത ഉണ്ടാവണം. മരിച്ച് ഖബറിൽ കൊണ്ടുപോയി മറമാടിയാൽ ഒരു പിതാവും ഒരു ഭർത്താവും ഒരു മകനും ഖബറിൽ ഇരിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവസാന വ്യക്തിന്റെ ചെരുപ്പിന്റെ വാരടി ശബ്ദം മാഞ്ഞാൽ അവിടേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു മകനും ചിന്തിക്കില്ല, ഇതെന്റെ പിതാവാണ്, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മകനാണ്, എന്റെ ഉപ്പയാണ്. ഞാൻ ഇവിടെ നിന്ന് പോന്നാൽ, എന്റെ ചെരുപ്പിന്റെ വാരടി ശബ്ദം മാഞ്ഞാൽ ഇവിടേക്ക് മലക്കുകൾ ഇറങ്ങി വരുമല്ലോ. മലക്കുകൾ എൻ്റെ ഉപ്പയോട് ചോദ്യം ചോദിക്കുമല്ലോ. ഉപ്പാക്ക് മറുപടി പറയാൻ സാധിക്കുമോ എന്ന് പേടിച്ച് ഒരു മകനും പ്രിയപ്പെട്ടവരെ ഒരു മണിക്കൂറിനപ്പുറം ഖബറിന്റെ ചുറ്റും നിൽക്കില്ല. മരിച്ച് ഖബറിൽ ഇറക്കി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എത്ര പ്രിയപ്പെട്ട ഉപ്പയായിക്കോട്ടെ, എത്ര പ്രിയപ്പെട്ട ഭർത്താവായിക്കോട്ടെ, എത്ര പ്രിയപ്പെട്ട മകനായിക്കോട്ടെ, കൂട്ടുകാരനായിക്കോട്ടെ, തിരിച്ചു പോരും. പിന്നെ എനിക്കൊരു ജീവിതം ആരംഭിക്കാനുണ്ട്, നിങ്ങൾക്കൊരു ജീവിതം ആരംഭിക്കാനുണ്ട്. ആ ലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചുകൊണ്ട് അതിനുപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കൾ നമ്മൾ മാറ്റി തീർക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൺകുളിർ നൽകുന്നവരെ നമ്മൾ മക്കളെ പടച്ച റബ്ബ് മാറ്റി തരുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹു ബഗ്ഫിർ ലിൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജat. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.